കോന്നി പയ്യനാമണിലെ പാറമടയിലുണ്ടായ അപകടത്തിൽപ്പെട്ട തൊഴിലാളിക്കായുള്ള രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ജയലക്ഷ്മി, രാവിലെ കളക്ടർ പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ഒരു ലോങ് ബൂം എക്സ്കവേറ്ററാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അത് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക്, ഈ പാറക്കൂറിക്കകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടുങ്ങി കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ എക്സ്കവേറ്റർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ കെട്ടിക്കൊണ്ട്, അതായത് ഇതിലൊരു റോപ്പ് ഘടിപ്പിച്ച് താഴെ കുടുങ്ങി കിടക്കുന്ന ഈ എക്സ്കവേറ്ററിലേക്ക് റോപ്പ് ഘടിപ്പിച്ച ശേഷം അത് അവിടെ നിന്ന് താഴേക്ക് മാറ്റുമെന്നാണ് രാവിലെ കളക്ടർ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ വൈകുന്നേരം എത്തിയതിനു ശേഷം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും NDRFിൻ്റെയും അതുപോലെ ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെയും തീരുമാനങ്ങൾ ഏത് രീതിയിലാണ് അവർ ഈ ഒരു രക്ഷാദൗത്യം ഇനി പുനരാരംഭിക്കുന്നതെന്ന തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. രാവിലെ കളക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഇങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഫയർഫോഴ്സിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം താഴേക്ക് ഇറങ്ങും. അവർ ഈ റോപ്പ് ഇത് ടഗ് ചെയ്തതിന് ശേഷം അത് അവിടെ നിന്നും താഴേക്ക് മാറ്റുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അത് ടഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഹൂക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രാവിലെ ഇറങ്ങിയ 4 അംഗ സംഘം ഈ ക്യാബിൻ്റെ മുകളിൽ കിടന്ന പാറ കഷ്ണങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് താഴേക്ക് മാറ്റാനുള്ള ജയലക്ഷ്മി, രാത്രിയേറെ വൈകിയും ഈ ഒരു രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെയും വകുപ്പിൻ്റെയും ഒക്കെ തീരുമാനം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ലൈറ്റും അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 5 മണിയോട് കൂടി തന്നെ ജനറേറ്റർ മറ്റു ഉപകരണങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് ലൈറ്റുകൾ രാത്രിയേറെ വൈകിയാലും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് രാത്രി വൈകിയാൽ പോലും ഇതിന്റെ അകത്ത് കുടുങ്ങി കിടക്കുന്ന ആളെ പുറത്തെടുക്കുന്നത് വരെ ഒരു അഭിലാൽ കൂടി ചേരുന്നുണ്ട്. അഭിലാൽ, ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു ദൗത്യം വളരെ ശ്രമകരമായിരുന്നു. ഇന്നിപ്പോൾ രാത്രി വൈകിയും ഈ ദൗത്യം തുടരുകയാണ്. അപ്പോൾ ഈ ഒരു പാറ ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? അത് ആശങ്കയുണ്ടാക്കുന്നില്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഈ ദൗത്യം ഇത്രത്തോളം നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ രാത്രിയിൽ തന്നെ അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ കുടുങ്ങിയ ആളുകളെ രണ്ടാമനെയും പുറത്തെടുക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് രാവിലെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ സംഘാംഗങ്ങൾ, പ്രത്യേകിച്ചും NDRFിന്റെ 27 അംഗ സംഘം, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് എത്തിയ സംഘാംഗങ്ങൾ, പ്രത്യേകിച്ചും NDRFിന്റെ 27 അംഗ സംഘം, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം ശേഷം ഏത് തരത്തിലായിരിക്കണം പ്ലാൻ എന്ന് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിച്ചെങ്കിൽ മാത്രമേ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഇത്രത്തോളം നീളമുള്ള ബൂം ഉള്ള എക്സ്കവേറ്റർ എവിടെ ലഭ്യമാകുമെന്നതിന്റെ അന്വേഷണമാണ് ആലപ്പുഴയിൽ ചെന്ന് എത്തിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന എക്സ്കവേറ്ററിന്റെ ബൂമിന്റെ നീളം എന്നുള്ളത് 15 മീറ്ററാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ അപകട സ്ഥലം എന്നുള്ളതും അതോടൊപ്പം തന്നെ സംഘാംഗങ്ങൾ നിൽക്കുന്ന ഇടവും അപകടത്തിൽപ്പെട്ട ബുൾഡോസർ കിടക്കുന്ന സ്ഥലവും തമ്മിലുള്ള അകലം എന്നുള്ളത് 13 മീറ്ററാണ്. അങ്ങനെ കണക്കാക്കിയതുകൊണ്ടാണ് 15 മീറ്റർ എങ്കിലും നീളമുള്ള ലോങ് ബൂം എക്സ്കവേറ്റർ ഈ ദൗത്യത്തിന് വേണം എന്നുള്ള കാര്യത്തിലേക്ക് അഭിപ്രായം ഉയർന്നു. അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം തോട്ടപ്പള്ളി മേഖലയിൽ എത്തുകയും അങ്ങനെ തോട്ടപ്പള്ളിയിൽ പൊഴി മുറിക്കുന്ന അതോടൊപ്പം തന്നെ കായലിലെ ചെളി വാരുന്നതിന് ഉപയോഗിക്കുന്ന ശരി അഭിലാൽ, എന്തായാലും രക്ഷാ ദൗത്യം രാത്രിയും തുടരും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എക്സ്കവേറ്റർ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള സജ്ജീകരണങ്ങളൊക്കെയും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജിബിൻ ജെബിയും അഭിലാലും നൽകുന്ന വിവരം.